ഹലോ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും കാണാൻ പോകുന്നതും കാര്യം മറ്റൊന്നുമല്ല, സയാറ്റിക്ക അല്ലെങ്കിൽ സയാറ്റിക് നെർവിന് ഉണ്ടാകുന്ന കംപ്രഷൻ കാരണം നമുക്ക് അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്കുള്ള ഒരു 3 പരിഹാരങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ എക്സസൈസിനെ പറ്റിയും അതേപോലെ രോഗനിർണയത്തിനെ പറ്റിയും ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പല വീഡിയോകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത് 3 ബെഡ് പൊസിഷൻസ് ആണ്. ഈ 3 ബെഡ് പൊസിഷൻസ് നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലിവിംഗിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. എക്സ്പെഷ്യലി സയാറ്റിക്ക, ലോ ബാക്ക് പെയിൻ, അതുപോലെ ബാക്ക് സ്റ്റിഫ്നെസ്, ഹാംസ്ട്രിങ് ടൈറ്റ്നസ്, ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തികൾ പരീക്ഷിക്കേണ്ട 3 ബെസ്റ്റ് ബെഡ് പൊസിഷൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഒന്നാമതായിട്ട് കാണുന്ന കാര്യം എന്ന് പറയുന്നത്, കട്ടിലിൽ നിങ്ങൾ നിവർന്ന് കിടക്കുക. കുറച്ച് സ്പോഞ്ചി ആയിട്ടുള്ള ബെഡ് അല്ലാണ്ട് കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ബെഡ് തന്നെ നിങ്ങൾ പരീക്ഷിക്കാനായിട്ട് നോക്കണം. കാരണം സ്പോഞ്ചി ആയിട്ടുള്ളത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ടൈമിൽ വീണ്ടും ബാക്കിന് ഒരു വലിയൊരു കർവ് ഉണ്ടാകുകയും ബാക്കിലേക്ക് കുറച്ച് സ്ട്രെയിൻ കൂടുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുറച്ച് നിങ്ങൾക്ക് തടയാൻ പറ്റും, കുറച്ച് സ്റ്റിഫ് ആയിട്ടുള്ള ബെഡ് ആണെങ്കിൽ. അപ്പൊ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിവർന്ന് കിടക്കുക. നിവർന്ന് കിടന്നതിന് ശേഷം നിങ്ങളുടെ കാലിന്റെ മുട്ടിന്റെ അടിയിൽ പില്ലോ വെക്കുന്നതാണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. പില്ലോ 1, 2, 3, 4 നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ പെയിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ പെയിൻ കുറയുന്നു എന്ന് ഫീൽ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പില്ലോയുടെ എണ്ണം കൂട്ടാൻ. വീട്ടിലുള്ള എല്ലാ പില്ലോ എടുത്ത് വെച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. കാരണം സയാറ്റിക്കയ്ക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ബെഡ് പൊസിഷൻ ആണ് ഇതെന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, 10 തൊട്ട് 15 മിനിറ്റ് നിങ്ങൾ ഇത് പരീക്ഷിച്ചു കഴിഞ്ഞാൽ വേദനയുള്ളവർക്ക് വളരെ പെയിൻ റിലീഫ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. എക്സ്പെഷ്യലി ചൂട് പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ബെഡ് പൊസിഷനിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളുടെ ഒന്നെന്ന് പറയുന്നത്, നമ്മുടെ തലയ്ക്ക് മീതെ ഒരു പില്ലോ വെക്കുക, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അത് മാറ്റുക. അത് വേണമെന്ന് ആവശ്യമുള്ളവര് അവിടെയും പില്ലോ വെക്കുക. അതേപോലെ തന്നെ മുട്ടിന്റെ താഴെ അല്ലെങ്കിൽ നമ്മുടെ മുട്ടിന്റെ മടക്കിന്റെ ഭാഗത്ത് പില്ലോ വെച്ച ശേഷം ഉയർത്തി കൊണ്ടുപോവുക. മിനിമം കാൽമുട്ട് നമ്മുടെ ഹാർട്ടിന്റെ ലെവലിനേക്കാളും ഉയർന്നു നിൽക്കുന്നിടത്തോളം നമ്മുടെ സ്പൈൻ എന്ന് പറയുന്നത് ബെഡിൽ ഇങ്ങനെ കിടക്കുവാണെങ്കിൽ അതിനെ കുറച്ചുകൂടി ഇങ്ങനെ നമ്മളൊരു കർവി പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതെന്ത് ചെയ്യുന്ന വെച്ചാൽ, സയാറ്റിക് നെർവ് L4, L5, S1, S2 ലെവലിലുള്ള നമ്മുടെ ഈ നെർവിന് കംപ്രഷനോ അല്ലെങ്കിൽ ഡിസ്ക് ബൾജോ ഇതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റിനോസിസോ ഒക്കെ ഉള്ള പ്രത്യേക പ്രശ്നമുള്ളവർക്ക് കുറച്ച് റിലീഫ് ആകും. ആ ഏരിയയിലെ സ്ട്രെയിനും സ്ട്രെസ്സും നന്നായിട്ട് മാറി നല്ല റിലീഫ് കിട്ടുന്ന ഒരു പൊസിഷനാണ് ഈ പറഞ്ഞ പൊസിഷൻ എന്ന് പറയുന്നത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടതാണ്. നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ MRI, CT സ്കാന് ഇതിനുള്ളിലൊക്കെ തന്നെ നിങ്ങളുടെ L4, L5, S1 ലെവലില് നിങ്ങൾക്ക് ഡിസ്ക് ബൾജ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഡയറ്ററി പാറ്റേൺ ഉണ്ട്. നിങ്ങൾ ഒരുപാട് ഷുഗർ കണ്ടന്റ് ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ള വ്യക്തികളാണെങ്കിൽ ഡയബറ്റിക്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ ഒരുപാട് മധുരം ഉപയോഗിക്കുന്നതും പുറത്തു വന്ന പ്രൊസീഡഡ് ഫുഡും അതേപോലെ ഡയബറ്റിക് നമുക്ക് ഷുഗർ ഉണ്ടാക്കുന്ന കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് കൂടിയ ഫുഡുകളൊക്കെ കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിലൊരു തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്ലാന് അല്ലെങ്കിൽ കുറച്ച് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഭാരം കൂടിയ വ്യക്തികളാണെങ്കിൽ ഭാരം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് നേരം ബൈക്ക് ഓടിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ കാർ ഓടിക്കുന്ന ഇനി എന്ത് തരം അല്ല വാഹനം ഓടിക്കുന്ന വ്യക്തികളാണെങ്കിൽ തന്നെ നിങ്ങളുടെ ബാക്കിന് ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാതെ നിങ്ങൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ വൈറ്റമിൻ ഡി എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. വൈറ്റമിൻ ഡിയെ പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. വൈറ്റമിൻ ഡി നിങ്ങൾക്ക് സഫീഷ്യന്റ് ആണോ ഇൻസഫീഷ്യന്റ് ആണോ അതോ ഡെഫിഷ്യൻസി ഉള്ളതാണോ എന്ന് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് കൺഫേം ആക്കണം. കാരണം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും അതേപോലെ ഇൻസഫീഷ്യന്റുമാണ് ഈ പറയുന്ന സയാറ്റിക്ക പെയിൻ കണ്ടീഷൻ കാണിക്കുന്ന പലരും എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഈ പറഞ്ഞ L4, L5, S1 ലെവലിലുള്ള നെർവിന് കംപ്രഷനോ ഡിസ്ക് ബൾജോ ഇനി എന്തിരിക്കട്ടെ, ആ പറയുന്ന കാര്യത്തിന് നമ്മുടെ ബോഡി മെക്കാനിസം അനുസരിച്ച് തിരിച്ച് ഹീൽ ചെയ്യാനുള്ള പവർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കഴിച്ചു കൊടുക്കുന്ന ആഹാരത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരുപാട് ഷുഗർ കണ്ടന്റുകളും അതേപോലെ സ്മോക്ക് ചെയ്യുന്ന വ്യക്തികൾ, ആൽക്കഹോൾ ഉപയോഗിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ബ്ലഡ് സ്ട്രീമിൽ നിക്കോട്ടിൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിക്കോട്ടിൻ കണ്ടന്റ് കൂടുകയും അത് ബ്ലഡിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ പാസ് ചെയ്യുന്നതിനെ തടയുകയും ചെയ്യും. അതായത് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, സ്മോക്കിംഗ് കണ്ടീഷൻ ഉള്ള വ്യക്തികളിൽ ബാക്ക് പെയിന് സയാറ്റിക്ക വിട്ടുമാറത്തേ ഇല്ല. നിങ്ങൾ ബെറ്റർ ടു സ്റ്റോപ്പ്, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല, പതുക്കെ ക്രമേണ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പെയിൻ കുറയണമെങ്കിൽ. അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്ററി പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ
നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നിങ്ങൾ ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന കസേരയോ ഒന്ന് മാറ്റി അഡ്ജസ്റ്റബിൾ കസേരയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കുഷ്യൻ കിട്ടുന്ന ചെയറോ ഒക്കെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അതേപോലെ കാറിൽ ഒരുപാട് നേരം ട്രാവൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ലോവർ ബാക്കിൽ നിങ്ങൾ ഒരു പില്ലോ കൊണ്ട് സപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ദൂരെ നിങ്ങൾ യാത്ര ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമുക്ക് സെക്കൻഡ് വീഡിയോയിലേക്ക് പോകാം. സെക്കൻഡ് വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ കട്ടിലിൽ കമന്ന് കിടക്കുക. കമിഴ്ന്ന് കിടന്നതിന് ശേഷം നിങ്ങളുടെ ഇടുപ്പിന്റെ അടിയിൽ അല്ലെങ്കിൽ നമ്മുടെ വയറിന്റെ ഏകദേശം നമ്മുടെ അരയുടെ ഭാഗത്തായിട്ട് നിങ്ങൾ പില്ലോ വെച്ചതിന് ശേഷം, അതേപോലെ നിങ്ങളുടെ കൈമുട്ട് ഊന്നുന്ന ഭാഗത്തും പില്ലോ, നിങ്ങൾക്ക് കാലിൽ എവിടെയും വെക്കാം. നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ പൊസിഷനിൽ നിങ്ങൾക്ക് കിടക്കാം. ഇടുപ്പിന്റെ ഭാഗം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഉയർന്ന പില്ലോ നിങ്ങൾക്ക് ക്രമീകരിക്കുകയാണെങ്കിൽ ഇടുപ്പിന്റെ ഭാഗം വളരെ വളഞ്ഞ വ്യക്തികളില്ലേ, ഇങ്ങനെ ഇടുപ്പിന്റെ ഭാഗം വളരെ വളഞ്ഞിട്ട് ഇങ്ങനെ വയർ തെള്ളി നിൽക്കുന്ന അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. കാരണം സ്പൈൻ ഒരുപാട് നേരം ഇങ്ങനെ ഒരു കർവി പൊസിഷനിൽ സ്ട്രെയിൻ ഒക്കെ കൊടുത്ത് നിൽക്കുമ്പോൾ ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ വൈകുന്നേരമാണ് ബോഡി ഡീടോക്സിഫിക്കേഷൻ മെത്തേഡിലേക്ക് വരുന്നത്. നമ്മൾ രാവിലെ ഒരുപാട് നേരത്തെ സ്ട്രെസ്, ജോലി, ഭക്ഷണങ്ങൾ ഇതിനെയൊക്കെ തന്നെ ഡീടോക്സിഫൈ ചെയ്യുന്ന ഒരു ടൈമാണ് സൺസെറ്റ് അല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയം. ഈ ഡീടോക്സിഫിക്കേഷൻ നടക്കുന്ന ടൈമിൽ നമ്മുടെ ബോഡിയെ ഹീൽ ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യുക, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, അതേപോലെ ഈ പറഞ്ഞ പൊസിഷൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. എക്സ്പെഷ്യലി ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സയാറ്റിക്ക, ലോ ബാക്ക് പെയിൻ, ഹാംസ്ട്രിങ് ടൈറ്റ്നസ് ഒക്കെ ഉള്ള വ്യക്തികൾ ഈ പൊസിഷൻ, അതായത് ഒരുപാട് നേരം വേദന ഉണ്ടാകുന്നു, ആ ഭാഗത്ത് കട്ടുകിടപ്പും പൊള്ളലും ഒക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പൊസിഷൻ പ്രാക്ടീസ് ചെയ്യുക. കമന്ന് കിടന്ന് അങ്ങനെ കിടന്ന് നിങ്ങൾ അങ്ങ് ഉറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സേഫ് സോണിൽ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത മൂന്നാമത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് പോലെ. ഇതെന്ന് പറയുന്നത് ഒരു കർവ് പൊസിഷൻ നമ്മുടെ ഇടുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാക്കണം. ലെഫ്റ്റ് ടു റൈറ്റ് നിങ്ങൾക്ക് ഇത് മാറി മാറി ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ പില്ലോ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലെ കാലിന്റെ അല്ലെങ്കിൽ തുടയുടെ ഭാഗത്ത് അടുത്തായിട്ട് നിങ്ങളോട് ചേർത്ത് പില്ലോ വെച്ചതിന് ശേഷം കട്ടിലിന്റെ ഒരു സൈഡിലേക്ക് നിങ്ങൾ ചരിയുക, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ. അത് നിങ്ങളുടെ ഇടുപ്പിന്റെ ഭാഗം ഇങ്ങനെ ഒരു പോലെ ഒരു കർവ് പൊസിഷനിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ കൊണ്ടുവരുന്ന ടൈമില് സ്പൈനൽ കോഡുകളെല്ലാം തന്നെ സ്പൈനൽ അല്ലെങ്കിൽ നമ്മുടെ കശേരുക്കളെല്ലാം തന്നെ ഡീകംപ്രസ് ആവും, അതായത് അകന്ന് നല്ല റിലീഫ് കിട്ടും. അതുപോലെ തന്നെ അവിടേക്ക് നല്ല ബ്ലഡ് സപ്ലൈ വരും. നിങ്ങൾക്ക് ഈ ഉണ്ടായ സ്ട്രെയിനോ സ്ട്രെസ്സോ മാറും. ഒരു ലൈറ്റ് സ്ട്രെച്ചും നിങ്ങളുടെ ഒബ്ലിക്സ്, അതായത് വയറിന്റെ സൈഡ് ഭാഗത്ത് കിട്ടുകയും, അതുപോലെ സ്പൈനൽ കോഡ്, പാരാസ്പൈനൽ മസിൽസ് ഒക്കെ ഉണ്ട്, അതെല്ലാം ലൈറ്റ് ആയിട്ട് സ്ട്രെച്ച് ആകും. അപ്പോൾ ഈ പറഞ്ഞ പൊസിഷൻ ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യാം. ഇപ്പൊ ലെഫ്റ്റ് സൈഡിലാണ് പെയിൻ ഉള്ളവരെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലും ചെയ്യാം, റൈറ്റ് സൈഡിലും ചെയ്യാം. അത് രണ്ട് സൈഡിലേക്ക് നിങ്ങൾ മാറി മാറി ചെയ്യണം. എത്ര നേരം ചെയ്യണം എന്ന് ചോദിച്ചാൽ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ ഒരു പാട്ടെങ്കിലും, ഒരു മ്യൂസിക് കേട്ടുകൊണ്ട് കിടക്കുവോ, ഒരു ന്യൂസ് കാണുവോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ പതുക്കെ കണ്ടുകൊണ്ട് കിടക്കുക. എഴുന്നേറ്റ് വരുന്ന പൊസിഷൻ തന്നെ നിങ്ങൾ ഓർക്കണം, ചാടി എഴുന്നേറ്റ് വരരുത്. നിങ്ങൾ ബെഡിൽ കൈ കുത്തിയോ അല്ലെ സൈഡിൽ ഒരു സപ്പോർട്ട് കൊടുത്തോ മാത്രമേ നിങ്ങൾ തിരിച്ച് ബാക്ക് ടു നോർമൽ പൊസിഷനിൽ വരാവൂ. കാരണം ഒരു 10 to 15 മിനിറ്റ്സ് ആ പൊസിഷനിൽ തന്നെ സ്ട്രെച്ച് ആയിട്ടിരിക്കുമ്പോൾ ആ സൈഡിലെ എല്ലാ സ്ട്രക്ചേഴ്സും ആ ഒരു സ്ട്രെച്ചിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ബാക്ക് ടു നോർമലിലേക്ക് വരുമ്പോഴത്തേനും അവിടേക്ക് ബ്ലഡ് റഷ് ചെയ്ത് കയറിക്കൊണ്ടിരുന്നിടം പെട്ടെന്ന് കംപ്രസ് ആകും, ചിലപ്പോൾ ഉളുക്കി പിടിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എഴുന്നേക്കുന്നത് വിത്ത് സപ്പോർട്ടായിട്ട് ചെയ്യുക. അതേപോലെ ഈ വ്യായാമങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വാമപ്പ്, ഇത് വ്യായാമം എന്നല്ല, ഒരു ബെഡ് പൊസിഷൻ ആണ്. നിങ്ങൾ ചൂട് പിടിച്ചതിന് ശേഷം മാത്രം ഇത് ചെയ്യാൻ നോക്കുക, കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതേപോലെ നിങ്ങൾക്ക് റിലീഫും വേഗം കിട്ടും. അപ്പോൾ ഈ വേദന വരുന്നവര് പെട്ടെന്ന് ചോദിക്കും, ഈ വേദന മാറാനുള്ള കാര്യം എന്ത് ചെയ്യണം? അങ്ങോട്ട് തിരിഞ്ഞിറക്കും, ഇങ്ങോട്ട് തിരിഞ്ഞിറക്കും. അപ്പം അവർക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണെന്ന്. ഈ 3 സിമ്പിൾ ആയിട്ടുള്ള പൊസിഷൻ, അതിന് സിമ്പിൾ എന്ന് പറയാൻ പറ്റൂല, ഏറ്റവും ഇമ്പോർട്ടന്റ് പൊസിഷൻ തന്നെയാണ് ഈ കാണിച്ച 3 ഈ 3 ബെഡ് പൊസിഷൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ നിങ്ങൾ വീട്ടിൽ നോക്കണം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ചെയ്യാം. ഞാൻ കമന്റ് ചെയ്യുന്നതിന് റിപ്ലൈ അയക്കാറുണ്ട്. എന്നോട് ഫോൺ നമ്പർ ചോദിക്കുന്നവർക്ക് എന്റെ യൂട്യൂബിന്റെ അല്ലെങ്കിൽ എന്റെ യൂട്യൂബിന്റെ പ്രൊഫൈലിൽ തന്നെ ഞാൻ എന്റെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്. സംശയങ്ങൾ അത് നിങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്ത് ചോദിക്കാം. നമുക്ക് എന്റെ സമയം അനുസരിച്ച് ഞാൻ അതേപോലെ അവർക്ക് ക്രമീകരിച്ചു കൊടുക്കുന്നതും ഞാൻ അവർക്ക് അതിനനുസരിച്ചുള്ള എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. സോ നിങ്ങൾ ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.